ഹൈ ഫ്രണ്ട്സ്, എല്ലാവർക്കും എയർ മോട്ടോകെയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇത് ആക്ടിവ 125നെ കുറിച്ച് പറയാനാണ്. ആക്ടിവ 4G 3G HT പോലത്തെ വണ്ടികളും അതുപോലെ തന്നെ ആക്ടിവ 125 മോഡൽ വണ്ടികളുടെ എല്ലാത്തിനും തന്നെ നമുക്ക് ഓയിൽ ലീക്ക് കണ്ടുവരാറുണ്ട്. ഓയിൽ ലീക്ക് എന്ന് പറയുമ്പോൾ ഓയിൽ ലീക്ക് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ട്, അതായത് ഈ ഒരു അടച്ചിരിക്കുന്നതിൻ്റെ ഈ ഒരു അടിഭാഗത്തായിട്ടൊക്കെ ഓയിൽ ലീക്ക് കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്, നമ്മൾ ക്ലച്ച് ടാപ്പിൻ്റെ സീലും അതുപോലെ തന്നെ ക്രാങ്ക് ടാപ്പിൻ്റെ ഓയിൽ സീലും കംപ്ലൈൻറ്റ് വരുമ്പോഴാണ് നമ്മൾ ഈ ഒരു ഭാഗത്തായിട്ടുള്ള ഈ ഒരു ഓയിൽ ലീക്ക് കണ്ടുവരാറ്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ എല്ലാവരും തന്നെ ശ്രദ്ധിക്കണം. അപ്പോൾ ഒരുപാട് പേര് നമ്മളിങ്ങനെ ചോദിക്കാനുള്ള കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ഹെഡിൻ്റെ ടോപ്പിലെ പാക്കിങ്, അതായത് ബീഡിങ് കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ പോലും ഇതേ കണക്ക് ഓയിൽ ഈ ഒരു സൈഡിലെല്ലാം കണ്ടുവരാറുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്തെ ഓയിൽ ലീക്ക് കാണുന്നത് നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ക്ലച്ച് ടാപ്പിലും ക്രാങ്ക് ടാപ്പിലും അല്ലെങ്കിൽ ഹെഡിൻ്റെ ടോപ്പ് ബീഡിങ്ങിൻ്റെയും കംപ്ലൈൻറ്റ് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു ഈ ഒരു ഭാഗത്തായിട്ടുള്ള ഓയിൽ ലീക്ക് കണ്ടുവരാറ്. അപ്പോൾ ഈ ഒരു വീഡിയോ കുറിച്ച് നിങ്ങൾ അഭിപ്രായം നിർദ്ദേശങ്ങൾ കമ്പനി രേഖപ്പെടുത്തുക. നമുക്ക് അടുത്ത വീഡിയോ കാണാം.